നരേന്ദ്രമോദിയും കാനഡയും തമ്മിലുണ്ടായിരുന്ന ശീതയുദ്ധത്തിൽ ഇനി കാനഡയുടെ തലവൻ ഉണ്ടാവില്ല. കാനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് കാലാവധി പോലും തികയ്ക്കാനാകാതെ വന്നപ്പോൾ നരേന്ദ്രമോദി ഇന്ത്യയിൽ 3ാം ടൈമിൽ ഭരണം തുടരുകയാണ്. പിടിച്ചു നിൽക്കാൻ പോയിട്ട് ശ്വാസം പോലും നേരെ വിടാൻ കാനഡയുടെ ട്രൂഡോയ്ക്ക് സാധിച്ചില്ല എങ്കിൽ അത് മോദിയുടെ നയതന്ത്രവും ശക്തിയുമാണ്. ഇന്ത്യയും നരേന്ദ്രമോദിയുമായി എക്കാലവും ശീതയുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു ലോക നേതാവിന്റെ കൂടി കസേരയാണ് തെറിക്കുന്നത്. കാനഡയുടെ തലപ്പത്ത് നിന്ന് ജസ്റ്റിൻ ട്രൂഡോയുടെ തല തെറിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്: ഇന്ത്യയെ എതിർക്കുന്നവരും ഇന്ത്യയെ വിഭജിക്കുവാനും കാനഡയിലുള്ള ഖാലിസ്ഥാനികളെ മാത്രമല്ല അവർക്ക് കൂട്ടുപിടിക്കുന്നവരെയും വഴിവെക്കില്ല എന്നുറപ്പാണ്. 2023 സെപ്റ്റംബറിൽ ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിനെ കൊലപ്പെടുത്തിയതിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന് ട്രൂഡോയുടെ ആരോപണം മുതൽ ഇന്ത്യ കാനഡ ശീത യുദ്ധമായിരുന്നു നടന്നത്. ഇതിനിടെ ഹിന്ദു ക്ഷേത്രത്തിന് നേരെയുണ്ടായ ആക്രമണം ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കി. ഒടുവിൽ കാനഡയിൽ ഇരുന്ന് ഖാലിസ്ഥാൻ ഭീകരർ മഹാകുംഭമേള തകർക്കുമെന്നും മോദിയെയും യോഗിയെയും വധിക്കുമെന്നും ഭീഷണി മുഴക്കി. ഖാലിസ്ഥാനികൾക്ക് അനുകൂലമായി നിന്ന കാനഡ പ്രസിഡന്റായ കസേര തെറിക്കുമ്പോൾ ഇന്ത്യക്കും നയതന്ത്ര വിജയമാണ്. കാനഡയിലെ ഖാലിസ്ഥാനികളെ മാത്രമല്ല ഇന്ത്യ വിരുദ്ധ ഭരണാധികാരികളെയും വഴിവെക്കില്ല. പ്രതിഷേധങ്ങൾക്കും കടുത്ത എതിർപ്പുകൾക്കും പുതിയ നേതാവ് വരണമെന്ന ആവശ്യങ്ങൾക്കും ഒടുവിലാണ് കനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതും. ഒപ്പം ലിബറൽ പാർട്ടി അധ്യക്ഷ സ്ഥാനവും ഒഴിഞ്ഞു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ബുധനാഴ്ച ലിബറൽ പാർട്ടി നേതാക്കളുടെ യോഗം ചേരാനിരിക്കെയാണ് ട്രൂഡോ രാജിപ്രഖ്യാപനം നടത്തിയത്. കഴിഞ്ഞ 9 വർഷമായി ട്രൂഡോ കാനഡയുടെ പ്രസിഡന്റായി കസേരയിൽ തുടരുന്ന വ്യക്തി കൂടിയാണ്. നേരത്തെ തന്നെ ട്രൂഡോയുമായുള്ള കടുത്ത അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഉപപ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ക്രിസ്റ്റ്യ ഫീൻലാൻഡ് രാജിവെച്ചത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണികളിൽ ട്രൂഡോയുമായി വിയോജിപ്പ് ഉണ്ടാകുകയും അപ്രതീക്ഷിത നീക്കത്തിലൂടെ രാജി പ്രഖ്യാപിക്കുകയുമായിരുന്നു. 56-കാരിയായ ക്രിസ്റ്റ്യ ധനമന്ത്രി സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞിരുന്നു. ലിബറൽ നേതാവായ ട്രൂഡോ പ്രധാന എതിരാളിയായ കൺസർവേറ്റീവ് നേതാവ് പിയറി 20 പോയിന്റ് പിന്നിലാണ്. 2024 സെപ്റ്റംബർ മുതൽ സർക്കാരിനെ അട്ടിമറിക്കാനും പെട്ടെന്നുള്ള തിരഞ്ഞെടുപ്പ് നടത്തുവാനും പിയറി ശ്രമിക്കുന്നുണ്ട്. 2013 ക്രിസ്റ്റ്യ ആദ്യമായി പാർലമെന്റിലെത്തുന്നത്. മാധ്യമപ്രവർത്തക കൂടിയായിരുന്ന അവർ 2 വർഷത്തിനു ശേഷം ലിബറലുകൾ അധികാരത്തിൽ എത്തിയപ്പോൾ തന്നെ ട്രൂഡോയുടെ മന്ത്രിസഭയിൽ ചേർന്നു. വ്യാപാരം, വിദേശകാര്യ മന്ത്രി തുടങ്ങിയ സുപ്രധാന പദവികൾ വഹിച്ച അവർ യൂറോപ്യൻ യൂണിയനുമായുള്ള അമേരിക്കയുമായും സ്വാതന്ത്ര്യ വ്യാപാര ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. US-ൽ ട്രംപ് അധികാരത്തിലെത്തുന്നതോടെ തന്നെ കാനഡയുടെ പ്രതികരണം അറിയിക്കുന്നത് ക്രിസ്റ്റ്യ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. രാജ്യത്തിന്റെ ധനമന്ത്രിയായ ആദ്യ വനിത എന്ന നിലയിൽ ട്രൂഡോയുടെ പിൻഗാമിയായി അവർ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ക്രിസ്റ്റ്യ ധനമന്ത്രി സ്ഥാനം രാജിവെച്ചതോടെ തന്നെ പൊതുസുരക്ഷാ വകുപ്പ് മന്ത്രിയായ ഡൊമിനിക് പുതിയ ധനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ട്രംപുമായി ചർച്ചകളും നടത്തി വരികയാണിപ്പോൾ. കൂടാതെ തന്നെ വെല്ലുവിളികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കാനഡയുടെ പ്രധാന വ്യാപാര പങ്കാളി US ആണുള്ളത്. ആകെ കയറ്റുമതിയുടെ 75% US-ഉമായാണ് നടക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ജസ്റ്റിൻ ട്രൂഡോയുടെ രാജി ആവശ്യപ്പെട്ട് സ്വന്തം കക്ഷിയിലെ 80 MPമാരാണ് രംഗത്ത് വന്നത്. ഹൗസ് ഓഫ് കോമൺസിലെ 153 അംഗ ഭരണ കക്ഷിയിൽ പകുതിയിലധികം പേരും ട്രൂഡോയ്ക്കെതിരെ തിരിയുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.